വീട്ടിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം വീട്ടിലേക്ക് എത്തുന്നു, ഊബർ ഉണ്ട്, വണ്ടി വീട്ടിലേക്ക്, എല്ലാം വീട്ടിലേക്ക് എത്തിച്ച് എല്ലാം വീട്ടിലേക്ക് അണ്ണാക്കിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോ സിനിമയും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിയേറ്ററിന്റെ മൂല്യം കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറയുന്നുണ്ട്. പണ്ട് 100 ദിവസം, 150 ദിവസം, 250 ദിവസം എൻ്റെ അടുത്തുള്ള തിയേറ്റർ, അതായത് ഞാൻ വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതിൻ്റെ അടുത്ത് എനിക്ക് റിലീസ് സെന്റേഴ്സ് ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ, പിന്നെ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരണം. കൊടുങ്ങല്ലൂർ 10 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പൊ അവിടെ മുകൾ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു, ഇന്നതൊരു മാളായി മാറി. അപ്പൊ അവിടേക്ക് പോകുമ്പോ അവര് ഇത് മെമന്റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ തെങ്കാശിപ്പെടണം 250 ദിവസം, ചിത്രം ഇത്ര ദിവസം, അങ്ങനെ ഒരുപാട് മെമന്റോസ്. അത് ആ കാലം കഴിഞ്ഞു. അത് ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ OTTs എല്ലാം ചത്തു തൊലയണം, എന്നാ പിന്നെ അങ്ങനെയുള്ള ഒരു കാലം വരും. അത് സംഭവിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം തിയേറ്ററിന്റെ മൂല്യത്തിന് ആ ഡ്യൂറേഷൻ കുറെ ഉണ്ടാവും. പക്ഷെ അന്ന് 200 ദിവസം ഓടുന്നതിന്റെ കാശ് ഇന്ന് ചിലപ്പോൾ 50 or 75 ദിവസത്തിൽ നമുക്ക് കിട്ടും. കാരണം ടിക്കറ്റ്സിന്റെ റേറ്റ്സ് മാറി, എല്ലാം മാറി, അത് സെന്റേഴ്സ് കൂടി. പണ്ട് കേരളത്തിലൊരു മാക്സിമം പോയിക്കുന്ന 45-50 സെന്റേഴ്സ്, റിലീസിംഗ് സെന്റേഴ്സ് ഉണ്ടാവുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് സാധാരണ എത്ര സെന്റേഴ്സ് ഉണ്ട് റിലീസ്? 130 സെന്റേഴ്സിൽ റിലീസ് ഉണ്ട്. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അപ്പൊ അത് മൂല്യം, ഡ്യൂറേഷൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില പടങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ OTT ആയിട്ട് സൈൻ ചെയ്തിട്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞ് OTTയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ ഓടിക്കുന്നുണ്ട് ആ സിനിമ, പക്ഷെ അതിൽ കഥയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് ആ കല ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായും. അപ്പം പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം നോക്കി വെച്ചാൽ അർഹതയുള്ളവർ അംഗീകാരമില്ല, അംഗീകാരം കിട്ടുന്നവർ വേണ്ട അർഹതയുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തല്ലോ. അപ്പൊ പ്രേക്ഷക മനസ്സുകളിൽ നാഷണൽ അവാർഡ് എനിക്കറിഞ്ഞൂടാ. പണ്ട് തൊട്ടേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും. അപ്പുറത്ത് നിന്നവർ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡ്, എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി. ഇതില് രാഷ്ട്രീയത്തിൽ ഇത് പണ്ടോട്ടേ ഉണ്ട്. നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് വിഞ്ഞാന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകൾ, എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ, സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരാള് റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് പടത്തിന്റെ പ്രേമത്തിൽ തന്നെ അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ബാക്കി എന്ത് അവാർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രഹസനം മാത്രമാണ്, ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് എവർ ദാറ്റ്. അതിന് ഓക്കെ, അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം. അതൊരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലായിരുന്നു. അല്ല, ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല. കാരണം അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ വിളിച്ചത് പറയാനാണ്. അപ്പോ പിന്നീട് ഒരിക്കൽ സംസാരിക്കുന്നതിനെ പറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പം മാത്രമല്ല, എനിക്ക് തോന്നുന്നു 90s എനിക്ക് ഓർമ്മ ഇപ്പോഴും ചില അവാർഡ്സ് എടുത്താൽ നമുക്ക് തോന്നും ഇതിങ്ങനെ ഇയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ ചിലർ അതൊക്കെ അതിന് വേറെ പല കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കും. അത് ഇറ്റ് ഈസ് ഫോളോയിങ് ഈവൻ നൗ. അത്രയും അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടാ, ഇപ്പൊ ഉർവശി മാം വളരെ ശക്തമായ ഒരു നിലപാടാണ് അതിൽ എടുത്തിട്ടുള്ളത്. കാരണം ഒരാളുടെ അഭിനയം അളക്കാനുള്ള അളവുകൾ ഇവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർക്ക് 2, 3, 4 വ്യക്തികൾ ചേർന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ ഒരാളുടെ. നിങ്ങളല്ലേ ചോദിക്കേണ്ടത്, നമ്മളല്ലല്ലോ. നിങ്ങൾ മീഡിയ ആയിട്ടുള്ള നിങ്ങളാണ് അത് ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തണം. എപ്പോഴും തോന്നിയിട്ടുണ്ടോ പല നിഗമനങ്ങളും എടുക്കുന്നത് തെറ്റുകളാണ്? ഉറപ്പായിട്ടും എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചില പലതിലും സംസാരിച്ച് ഇങ്ങനെ ഇതിന് പെർഫോമൻസിന് ഫിലിം ഫെയർ നിങ്ങൾ കാണുന്നൊക്കെ പറഞ്ഞു ഓക്കെ വരെ കൈ കിട്ടി. പിന്നെ സോറി നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് കൈ തിരിച്ചിട്ട് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു.
അത് പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ അപ്പം ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ആക്റ്റീവായിട്ട് നമുക്ക് ഒരു ക്യാരക്ടർ കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും നമ്മളൊരു കംബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പവർ ബാക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഇതാണ് പ്രേക്ഷകരിലേക്ക് എനിക്ക് എത്തുന്നത്, ഞാൻ എൻ്റെ തിരിച്ചുവരവ് ഇങ്ങനെയാണ് എന്നുണ്ടാകുന്ന സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതിനായിരുന്നു വെയിറ്റ് ചെയ്തത്. ആക്ച്വലി ഇത് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും തിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഓരോ ഫിലിം കഴിയുമ്പോഴും ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഇത് തിരിച്ചു വരും. അപ്പൊ കഴിഞ്ഞ ഒരു 4-5 സിനിമയായിട്ട് തന്നെ തിരിച്ചു വരവ് എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും ഈ തിരിച്ചു വരവ് എന്നുള്ള വാക്ക് ഈ സാഹസത്തോടെ നിർത്തും എന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ എല്ലാ മലയാളം നിൽക്കുമ്പോൾ പട്ടാളത്തിലെ കഥാപാത്രമാണ് വരുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടർ അതേപോലെ ഒരു ബുക്ക് ചെയ്തൊരു കഥാപാത്രമാണത്. അപ്പം അതേപോലെ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാ പട്ടാളം പോലൊരു ക്യാരക്ടർ അതേപോലെ ക്യാരക്ടർ ഹുക്ക് ചെയ്യുന്ന ലെവലിൽ ആളുകളുടെ മനസ്സിൽ ഇനി എന്റെ പേര് കേൾക്കുമ്പോൾ കഥാപാത്രമായിരിക്കണം ആളുകളോട് ഓർക്കേണ്ടത് എന്നുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനകത്ത് ഈ സാഹസത്തിൽ തന്നെ ലേഡി ഗാഗ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഉടനീള കഥാപാത്രം അല്ലെങ്കിലും വളരെ ശക്തമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ. അതിലൊരു ഇമ്പാക്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ അതിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഇത് എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ആങ്കർ എന്ന നിലയിലാണ് ഓഡിയൻസിന്റെ കൂടുതലായി സമ്പാദിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം യൂട്യൂബ് വീഡിയോസ്, നിങ്ങളുടെ കോംബോ വീഡിയോസ്, അതിന് ഒരു നടൻ എന്ന നിലയിൽ എത്രത്തോളം പ്രേക്ഷകർ സമ്പാദിക്കുന്നുണ്ട് അവരെ നേരിട്ട് എങ്ങനെ പറയുന്നുണ്ടോ? അറിയത്തില്ല ബ്രോ, അതെങ്ങനെയാണ് അവരത് എന്നോട് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഞാൻ. ഓരോ സിനിമ എങ്ങനെ കാണുന്നത്, സിനിമയാണ് നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യമൊക്കെ അതായിരുന്നു. എപ്പോഴും പറഞ്ഞു ഞാനത് ആക്സിഡന്റൽ ആങ്കറാണ്, പക്ഷെ ഞാനത് ഏറ്റവും എൻജോയ് ചെയ്തൊരു പ്രൊഫഷനാണ്. ഒരു സൈഡിൽ സിനിമ ആണ് എപ്പോഴും ആഗ്രഹം, എപ്പോഴും ഇഷ്ടം അതാണ്. നല്ല നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യുക. നമ്മുടെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു ഈ പ്രോസസ്സ് നമുക്ക് വഴങ്ങുമോ എന്നുള്ളത് അറിയണം. നമ്മളൊരു ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നമുക്ക് ഈ പ്രോസസ്സ് വഴങ്ങുമോ എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇപ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ചൂസ് ചെയ്യാനൊന്നും ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓപ്ഷൻ. കാര്യം എനിക്ക് സിനിമ അത്ര ഇഷ്ടമാണ്. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് എന്നെ കൊണ്ടാവുന്ന വിധം നന്നാക്കാൻ ശ്രമിക്കുക. അത് അപ്പം അത് കണ്ടിട്ട് പിന്നെ സത്യസന്ധമായ ഫീഡ്ബാക്സുകൾ പറയുക. അത് കണ്ട് അടുത്തത് അങ്ങനെ കുറെ കിട്ടുന്ന കുറെ ഫീഡ്ബാക്സുകളായിട്ട് അടുത്ത ക്യാരക്ടർ വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ സിനിമയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ചെയ്യണമെന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ചോയ്സസ് ഇല്ലാത്തതുകൊണ്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ സിനിമയും പിന്നെ നല്ലതായിട്ട് കാണാനും അങ്ങനെ കാണുന്ന ഒരാളാണ്. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഏത് സിനിമയാണെങ്കിലും ഏത് ക്യാരക്ടർ ആണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പം നോക്കട്ടെ, നാളെ ചിലപ്പോൾ എനിക്ക് വഴങ്ങത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നീ മറ്റേ ആങ്കറിങ് പണീനെ മതി എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. ലെറ്റ്സ് സീ, നോക്കാം. ഞാനിപ്പോൾ ഇത് ആ പ്രോസസ്സിലാണ്, നോക്കട്ടെ വഴങ്ങുമെന്നുള്ളത്. ഇപ്പൊ റോണിയിൽ വഴങ്ങിയെന്ന് തോന്നുന്നു. ഇൻഡസ്ട്രിയിലെല്ലാം മാത്രമല്ല ബ്രോ, ലൈഫിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് പോയി ചൂസ് ചെയ്ത് എൻ്റെ നീളത്തിലും വലുപ്പത്തിലും ഇന്ന സ്വഭാവത്തിൽ ഇന്ന പോസിറ്റീവ് കാര്യങ്ങളുള്ള ഇത്ര ഇന്ന കാര്യങ്ങളുള്ള ഒരു ഫ്രണ്ട് വേണം നമ്മൾ ചൂസ് ചെയ്യല്ല. ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതാണ്. നമ്മുടെ യാത്രയിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ വരും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമ്മുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നന്നായാലും നമ്മൾ മോശമായാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഫ്രണ്ട്സിനെ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് സിനിമ എന്ന് പറയുന്നത്. നല്ല സൗഹൃദങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നല്ല സൗഹൃദങ്ങളിൽ നിന്ന്. ഈ സൗഹൃദത്തിൽ നിന്നും അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഈ സാഹസത്തിന്റെ 10 ദിവസത്തെ ക്ലൈമാക്സിൽ അവിടെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ലക്ഷ്യമാണ്, സാഹസം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക്. അവിടെ തുടങ്ങിയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. ഒരു കുടുംബം പോലാണ്. എല്ലാവരും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഇന്ന ആളുടെ ക്യാരക്ടർ നന്നായി എന്ന് ഒരു പ്രേക്ഷകൻ കരുതുന്നത് കിട്ടുമ്പോൾ, പപ്പൻ്റെ അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അതേപോലെ തന്നെ ലുട്ടൻ അടിപൊളി എന്ന് പറയുമ്പോൾ ലുട്ടൻ്റെ കൗണ്ടർ കേൾക്കുമ്പോൾ അതിൻ്റെ മൊത്തം ചിരി വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്.
ഇത് ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പാതിരാത്രി രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ ഒരു മടിയില്ലാതെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബലത്തിലാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ മേഖലയായ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഹൈ പപ്പ. അതാണോ ചോദ്യം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എല്ലാവരും വളരെ സൗഹൃദപരമായാണ് ഷൂട്ട്, നമ്മൾ എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. ഇങ്ങനെ നല്ല രസമായിരുന്നു.